ഓട്ടിസമുള്ള എല്ലാ കുട്ടികൾക്കും ബുദ്ധിമാന്ദ്യം ഉണ്ടാവണമെന്നില്ല. അതൊരു 7 to 40% ഓഫ് ഓട്ടിസ്റ്റിക് ചിൽഡ്രനിൽ അത് കാണുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിയുള്ള കുട്ടികൾ കൂടി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലുണ്ട്. അതാണ് ആസ്പെർഗേഴ്സ് ഡിസോർഡർ അല്ലെങ്കിൽ ആസ്പെർഗേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു ഈവൻ റിസർച്ചേഴ്സ് ന്യൂട്ടനും ഐസക് ന്യൂട്ടനും അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും ഓട്ടിസ്റ്റിക് ആയിരുന്നു എന്ന് സംശയം പറയുന്നുണ്ട്. അപ്പോൾ അത്ര അതിബുദ്ധിമാന്മാരും ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള അംബ്രല്ലയുടെ കീഴിൽ ഉള്ളവരാണ്. അപ്പോൾ ബുദ്ധിമാന്യം എല്ലാവർക്കും വേണമെന്നില്ല. ഈ ഓട്ടിസത്തിൽ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടില്ല. സ്പെക്ട്രത്തിൽ വരുന്ന മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളവരുണ്ട്, സിവിയർ ആയിട്ട് ഓട്ടിസം ഉള്ളവരുണ്ട്. അത് എത്ര വിഭാഗങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു? ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന കുടക്കീഴിൽ 5 കാറ്റഗറീസ് ആണുള്ളത്. ആദ്യം തന്നെ ഓട്ടിസം. ഈ ഓട്ടിസത്തിൽ മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസം ഉള്ളവരുണ്ടാവാം, മോഡറേറ്റ് ആയിട്ടുള്ളത്, സിവിയർ പ്രൊഫൗണ്ട്ലി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഐ കോണ്ടാക്ട് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ. സെക്കൻഡ് ഇൻഡിക്കേറ്റർ കമ്മ്യൂണിക്കേഷൻ ഡിലേ. കൊച്ചുകുട്ടികളിൽ ഒരു ഡിലേ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ചില കാര്യങ്ങളിൽ അതൊരു ഡിലേ മാത്രമായിരിക്കാം. പ്രായം കൂടുന്തോറും അത് ഓവർകം ചെയ്യാം. ആ കമ്മ്യൂണിക്കേഷൻ ഡിലേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. മൂന്നാമതായി സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ എക്കലേലിയ എന്നുള്ളൊരവസ്ഥ കാണിക്കുന്നുണ്ട്. നമ്മൾ മോളുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് മോളുടെ പേരെന്താണ് എന്നാണ് പറയുക. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പാട്ടുകളെല്ലാം കേട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് എക്കലേലിയ എന്ന് പറയുക. എക്കോ എന്നുള്ള വേർഡിൽ നിന്ന് വരുന്നതാണ് എക്കലേലിയ. മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ഒരു റുട്ടീൻ ബേസ്ഡ് ആയിരിക്കും. അവർക്ക് അവരുടേതായ